കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുക. പക്ഷേ എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ച് ഞാൻ വേണ്ടത് ചെയ്തോളാം. അമ്മ എല്ലാം ഉള്ളിലേക്ക് നിൽക്കുകയാണെങ്കിൽ അത് അപകടമാണ് ചെയ്യുക. മനസ്സിലുള്ളതൊക്കെ പൊട്ടിത്തെറിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെയാ നമ്മൾ ഭയക്കേണ്ടത്. എനിക്കറിയാം, വളരെ കുറച്ച് കാര്യങ്ങൾ അമ്മ സംസാരിച്ചോളൂ, അതും അളന്നു തൂക്കി. എന്തായാലും വലിയൊരു ബോംബ് പൊട്ടും. ഇനിയിപ്പോ അതിനെ നേരിടാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. എടാ, ഞാൻ നോക്കിയിട്ടൊരു വഴിയേ ഉള്ളൂ. അമ്മ വരുന്നതിന് മുമ്പ് ദീപ അവിടെ നിന്ന് മാറ്റണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ അമ്മയുടെ കണ്ണിൽ എന്റെ ഭാര്യ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാ ദീപ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഇനി സംസാരമൊന്നും ഉണ്ടാവില്ല. അമ്മ തനി നിന്ന് പുറത്തെടുക്കും. ജയിലിൽ കിടന്ന് അറപ്പ് മാറിയെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അവിടെ കിടക്കുന്നതിന്റെ അമർഷവുമുണ്ട്. എന്നാൽ അതിനൊക്കെ മുകളിലാണ് അമ്മയുടെ വാശിയും വൈരാഗ്യവും. അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഏതായാലും നീ ദീപയ്ക്ക് പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. അമ്മയില്ലാത്തപ്പോഴെങ്കിലും ആ കുട്ടിക്ക് സ്വസ്ഥത കിട്ടണം. എങ്ങനെ സ്വസ്ഥത കിട്ടാനാ? ഈ സംഭവം അറിഞ്ഞ ശേഷം ചേച്ചി അനിയത്തിയും കൂടെ ചേർന്ന് അവളെ അവിടേട്ട് പെടാപ്പാട് പെടുത്തുക. എടാ, നീ വിചാരിച്ചാൽ നിനക്ക് വരെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഞാൻ ഒരുത്തന്നെ കർണത്തടിച്ചത്. അവനൊന്നൊന്നും കിട്ടിയാ പോരാ. അച്ഛനിടയ്ക്ക് കണ്ടപ്പോ പറഞ്ഞിരുന്നു അവനെ കൊണ്ടുള്ള ഉപദ്രവം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്റെ കയ്യിൽ തന്നെ കിട്ടേണ്ടത് കിട്ടി. അവനതിട്ട് ആഘോഷിക്കുക. അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ പിന്നെ അത്രയും ദിവസമെങ്കിലും ദീപ അവിടെ മനസ്സമാനത്തോടെ കഴിഞ്ഞോട്ടെ. ഇനി എന്ത് മനസ്സമാധാനം ഉണ്ടാവാനാ? അതൊക്കെ പോയി. ജയ, നീ ഇങ്ങനെ വിഷമിക്കാതെ. വീട്ടിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്ക്. അത് അമ്മയുടെ വൈരാഗ്യം ഇരട്ടിപ്പിക്കത്തേ ഉള്ളൂ. പിന്നെ ഏട്ടനോട് ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. അല്ലെങ്കിൽ കോംപ്രമൈസ് ആണോ? എന്തായാലും അമ്മ ഒരിക്കലും ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല. ദീപയുടെ കാര്യം അങ്ങനെ തന്നെയാ. ഇവിടെയാണ് നമ്മൾ ആണുങ്ങൾ കുഴഞ്ഞു പോകുന്നത്, ആർക്കൊപ്പം നിൽക്കണമെന്നറിയാതെ. ഒരുപാട് ആലോചിച്ച ഞാനൊരു തീരുമാനത്തിലെത്തിയത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്ന്. അങ്ങനെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അമ്മയെ തള്ളി പറയേണ്ടതാ. അമ്മയായി പോയതുകൊണ്ട് അത് പറ്റില്ലല്ലോ. എടാ, എല്ലാ വീട്ടിലും ഉണ്ട് ഇങ്ങനെയുള്ള വഴക്കും കോമ്പറ്റീഷനും ഒക്കെ. എന്നാൽ ഇവിടെ അതെല്ലാ അർത്ഥത്തിലും കൂടിപ്പോയി. അവിടെയാണ് പ്രശ്നം. നമ്മളൊരിക്കലും ഒന്നിച്ചു നിന്ന് അമ്മയുടെ സ്വഭാവത്തെ വിമർശിച്ചിട്ടില്ല. അമ്മയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അതാണ് പരാജയമായിപ്പോയത്. ശരിക്കും ചികിത്സിക്കേണ്ട അസുഖാടാ. നമ്മുടെ അയൽബന്ധം പോലും വഷളായത് അമ്മ കാരണമാടാ. വീട്ടിലെ പറമ്പിലേക്ക് അയൽവക്കത്തെ മരത്തിൽ നിന്നൊരു കരിയില വീണാലും എന്തുമാത്രം വഴക്കാണ് നടക്കുന്നത് നിനക്കറിയാലോ. സ്വന്തം ഭാഗത്തെ തെറ്റുകൾ ഒരിക്കലും കാണാതെ സ്വന്തക്കാരെയും നാട്ടുകാരെയും വെറുപ്പിക്കുന്ന ആ സ്വഭാവത്തിന് പിന്നിൽ എന്തോ മാനസിക പ്രശ്നമുണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞ നമുക്ക് ഭ്രാന്താണെന്ന് പറയും. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. അയാൾ വിഷമിച്ച് വീട്ടിയിരിക്കുക. ജഗനാണ്. അയാൾ എന്തിനാ വിളിക്കുന്നത്? എന്തെങ്കിലും സഹായം ചെയ്യുന്ന പറയാനായിരിക്കും. നല്ലവനായിട്ടാ. ദീപയുടെ അയാളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ഒരാങ്ങളെ പോലെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. കല്യാണം നന്നായിട്ട് നടക്കാൻ തന്നെ കാരണം ജഗനാണല്ലോ. അയാൾക്ക് നല്ലൊരു മനസ്സുണ്ട് ഏട്ടാ. നമ്മൾ വേദനിക്കുമ്പോൾ മാറി നിന്ന് ചിരിക്കില്ല, കൂടെ വേദനിക്കത്തേ ഉള്ളൂ. ഏതായാലും ഞാൻ അയാളൊന്ന് കാണട്ടെ. പിന്നീട് പെട്ടെന്ന് വീട്ടിൽ പോകണം. ജയിലിലെ വിവരങ്ങൾ അറിയാൻ ദീപ കാത്തിരിക്കുക. ഒരു കണക്കിന് ആലോചിച്ചാ തന്റെ ഭാര്യയുടെ കാര്യം കഷ്ടമാടോ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ദീപ ഇങ്ങനെയൊക്കെ വിഷമിക്കായിരുന്നെങ്കിൽ
അതിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. ഒരു തെറ്റും ചെയ്യാതെ തന്റെ വീട്ടിൽ പ്രതിയെ പോലെ നിൽക്കല്ലേ ആ പാവം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരുടെ ഭാഗത്താണോ ശരി അവർക്കൊപ്പം നമ്മൾ നിൽക്കണമെന്ന്. എന്റെ അമ്മയുടെ സ്വഭാവം പൂർണ്ണമായിട്ട് അറിയാത്തതുകൊണ്ടാ ജഗൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വയലന്റായി കഴിഞ്ഞാൽ സർവ്വത നശിപ്പിക്കുന്ന സ്വഭാവം. സ്വന്തം ഭാഗം കേൾക്കാൻ മക്കളും മരുമക്കളും തയ്യാറായില്ലെങ്കിൽ അമ്മ തന്നെ അമ്മയുടെ ജീവൻ എടുക്കും. അതാണ് അവസ്ഥ. അതൊരു വിചിത്ര സ്വഭാവമാണല്ലോ. എന്റെ അച്ഛൻ നിങ്ങളൊക്കെ കരുതുന്ന പോലെ അത്ര വലിയ ഭീരുവൊന്നുമല്ല. ഒന്നിനെ ഭയക്കുന്ന കൂട്ടത്തിലും അല്ല. എന്നാ അങ്ങനെയുള്ള ആളാണ് അമ്മയുടെ മുന്നിൽ താണു വണങ്ങി നിൽക്കുന്നത്. അങ്ങനെ നിന്നില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ സ്ഥാനമില്ലെന്ന് അച്ഛന് നന്നായിട്ടറിയാം. അമ്മ ജയിലിൽ നിന്ന് വരാതിരിക്കാൻ അച്ഛന് നേർച്ചയും വഴിപാടും വരെ ഉണ്ട്. ഞങ്ങൾ നല്ലൊരു വക്കീലിനെ വെച്ച് അമ്മയെ പുറത്തിറക്കുന്നതിൽ അച്ഛന് നല്ല എതിർപ്പുമുണ്ട്. പിന്നെ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുക. ഇതിപ്പോ ജയലാലിന്റെ അമ്മയും അനിയത്തിമാരുവാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ജയലാലെ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ദീപയുടെ ഭാഗത്തെ ന്യായങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അതിനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. നടന്ന സംഭവങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് പറയാത്തതിന്റെ പേരിൽ അമ്മയ്ക്ക് എന്നോട് നല്ല അമർഷമുണ്ട്. കല്യാണത്തിന് മുമ്പ് അതൊക്കെ പറഞ്ഞ ആ ചടങ്ങ് നടക്കുമായിരുന്നോ? ഇല്ല. ദീപയെക്കുറിച്ച് ഡോക്ടർ ഇക്ബാൽ പറഞ്ഞപ്പോൾ തന്നെ ദീപയെ വേണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അതുകൊണ്ടാ അമ്മ ജയിൽ പുള്ളിയാണെന്ന് അവരോടും ദീപയുടെ കഥ അമ്മയോടും പറയാതിരുന്നത്. അമ്മ വന്നു കഴിഞ്ഞാ ദീപയെ തനിക്ക് തന്റെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. പിന്നെ ഇവിടെ എങ്ങാനും വാടകയ്ക്കൊരു വീടെടുത്ത് താമസിച്ചൂടെ? അതേപ്പറ്റിയൊക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. എന്നാ അമ്മ ഇക്കാര്യത്തിലൊക്കെ നമ്മളെക്കാളും ബുദ്ധിയുള്ള കൂട്ടത്തിലാ. അമ്മയ്ക്കറിയാം അതൊക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ ആളെ വിടും. ആ പ്രേമൻ എന്തായാലും ചാരനാവില്ല. അന്നത്തെ സംഭവത്തോടെ അവനൊരു പൊടിക്ക് അടങ്ങിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പൊടിക്കല്ല, നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ദീപയുടെ മുമ്പിലൊക്കെ നല്ല ബഹുമാനത്തോടെ നിൽക്കുന്നത്. അതാ പറഞ്ഞത്, ആണുങ്ങളെ നമുക്ക് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാം. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇളയ പെങ്ങളാണ് കൂട്ടത്തിൽ കൂടുതൽ പ്രശ്നക്കാരി. അവളമ്മയെ അതുപോലെ അനുകരിക്കുന്ന കൂട്ടത്തിലാ. അല്ല, അതൊക്കെ പോട്ടെ. എന്താ ജഗനും ദിയയും തമ്മിലുള്ള പിണക്കത്തിന് കാരണം? ഇപ്പൊ ജഗൻ ദിയെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ലെന്നാണല്ലോ അറിഞ്ഞത്. ആ, അത് മറ്റൊരു തലവേദന. കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അവളൊരു ഹൃദയമില്ലാത്ത പെണ്ണല്ലേ ആ രചന. കൂടെ നടന്നിട്ട് സ്വന്തം കൂട്ടുകാരെ തന്നെ ചതിച്ചവളല്ലേ. അവൾക്ക് വേണ്ടി ദിയെ താൻ മറിഞ്ഞു നടക്കണോ? അവളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ആ ന്യായം തുറന്നു പറഞ്ഞ ദിയ പോലും അവളോട് വെറുപ്പ് കാണിക്കില്ല. ഈ പറയുന്ന രജനിയും ഞാനുമൊന്നും ക്രിമിനൽ മൈൻഡ് ഉള്ളവരല്ലടോ. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നതാ. അത്തരമൊരു സാഹചര്യം അവൾക്കുണ്ട്. എല്ലാ കഥകളും കേട്ട് കഴിഞ്ഞപ്പോ ദിയ പറഞ്ഞ പോലെ അവളെ ശിക്ഷിക്കാൻ പറ്റില്ലെന്ന് തോന്നി. അതുകൊണ്ട് ദിയയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മറിഞ്ഞു നടക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരെ അകറ്റി നിർത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അത് ഓർക്കുന്നത് നല്ലതാ എപ്പോഴും. പോയിട്ട് വരാം. ഇനിയിപ്പോ എന്നാ നമ്മള് കാണുന്നേ? നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ എന്റെ നാട്ടിലേക്ക് പോരെ. അയ്യടാ, എന്നാലും നീ ഇങ്ങോട്ട് വരില്ലേ? ഇനിയിപ്പോ പ്രാക്ടീസ് തുടങ്ങാൻ പോവല്ലേ. അതിനിടയ്ക്ക് ഓടി വരാൻ പറ്റില്ലല്ലോ. എന്റെ പ്രൊഫഷനെ പറ്റി നിനക്ക് മിനിമം ഒരു ധാരണ വേണം. എന്ത് പ്രൊഫഷൻ ആയാലും ശരി, ഇഷ്ടപ്പെട്ട പെൺകുട്ടി വിളിക്കുമ്പോ, അതിലുപരി നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വിളിക്കുമ്പോ അവളെ സ്നേഹിക്കുന്ന പയ്യൻ ഓടിയെത്തും. ഞാൻ പറഞ്ഞല്ലോ,
നാട്ടിലേക്ക് പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലേക്ക്. അതിനിടയില് എന്റെ ആകെയുള്ള റിലാക്സേഷൻ നീയായിരുന്നു. ആ അതുകൊണ്ടല്ലേ പറഞ്ഞേ എന്നെ പെട്ടെന്ന് കെട്ടിക്കൊണ്ടു പോകാൻ. അതോടെ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരും. എന്റെ പപ്പയും മമ്മിയും നിനക്ക് എന്ത് വേണോ തരാൻ തയ്യാറാ. സത്യം പറയാലോ, നിന്റെ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് എന്റെ അച്ഛനമ്മമാരെക്കാൾ എത്രയോ സ്നേഹത്തോടെ അവർ ഇടപെടുന്നതെന്ന്. കാര്യം എന്റെ അമ്മ എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിന്റെ ഒരു അധികാരം ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറയാറുമുണ്ട്. അങ്ങനെ പറയുന്നോണ്ടാ നിന്റെ അച്ഛൻ നിന്റെ അമ്മയിൽ നിന്ന് അകന്നു പോയത്. എന്തെങ്കിലും ചെയ്തിട്ട് അത് പറയുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അതത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ആ പിന്നെ എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്. അവളാണെങ്കിൽ ഏതു നേരം അമ്മയുടെ കാര്യം പറഞ്ഞ് എന്നെ വിമർശിക്കുന്ന കൂട്ടത്തില. LLBക്ക് പോയ ശേഷം പിന്നെ പറയുകയും വേണ്ട. ചുരുക്കി പറഞ്ഞ അവിടെ വന്നതിന് ശേഷം പോരടിക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ആവേണ്ടി വരും. അമ്മ നോക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ. ഇപ്പോഴേ ഒരു പെൺകുട്ടിക്ക് മനസ്സ് കൊടുക്കരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. ഇനി നമ്മുടെ കാര്യം പറയുമ്പോ നിന്റെ അമ്മ വാശി പിടിക്കാൻ വരുമോ? ഏയ് അങ്ങനൊന്നുമില്ല. അമ്മ എന്റെ ഇഷ്ടങ്ങൾക്ക് അങ്ങനെ എതിര് നിൽക്കാറൊന്നുമില്ല. നീ ഒരു ഡോക്ടർ ആയതുകൊണ്ടേ ഇഷ്ടം പോലെ പ്രപ്പോസൽസ് ഒക്കെ വരും. ആർക്കും ചാടിക്കേറി കൈ കൊടുത്തേക്കില്ല കേട്ടോ. നിന്നെ വിട്ടിട്ട് ഞാൻ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെക്കാ സുന്ദരികളും സെറ്റപ്പ് ഉള്ളവരൊക്കെ വരുമ്പോ മനസ്സ് മാറിയെന്ന് വരും. തൽക്കാലം അങ്ങനെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല. നിന്നെ മനസ്സിലിട്ടോണ്ടാ ഞാൻ പോകുന്നേ. എന്നാ ഞാൻ പോട്ടെ. നിന്നെ വിടാൻ തോന്നുന്നില്ലടാ. എനിക്കും വിഷമമുണ്ട്. പിന്നെ പോകാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞ കോഴ്സ് കഴിഞ്ഞിട്ടും നിന്നെ കാണാൻ വേണ്ടിയാ 2 ദിവസം ഇവിടെ പിടിച്ചു നിന്നത്. ഇനിയിപ്പോ അത് പറ്റില്ല. ശരിയടോ. ആ മോൻ വന്നോ? ഞാൻ മോനെ കാത്തിരിക്കുകയായിരുന്നു. ഇത്രയും ചെറിയ വീടാണോ അമ്മ എടുത്തത്? കുറച്ചുകൂടെ നല്ല വീട് എടുത്തുകൂടായിരുന്നോ? ഇപ്പോഴത്തെ അമ്മയുടെ അവസ്ഥയൊക്കെ മോൻ അറിഞ്ഞൂടെ? അമ്മ സസ്പെൻഷനില്ല. പിന്നെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. നമ്മുടെ വീട് വിറ്റപ്പോ കിട്ടിയ പൈസയുടെ കുറച്ച് ബാലൻസ് ബാങ്കിൽ കിടപ്പുണ്ട്. അതെടുത്ത ഇപ്പൊ ജീവിക്കുന്നത്. മോന് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. വീട്ടിനകത്തുള്ളവരെ ഇഷ്ടപ്പെട്ടോ? ഡോക്ടറായിട്ട് ഇറങ്ങിയതല്ലേ, ഇനിയിപ്പൊ അമ്മയും അനിയത്തിയൊക്കെ വേണ്ടാന്ന് തോന്നും. എന്നെ വേണ്ടാന്ന് തോന്നിയാലും അമ്മ ഒരിക്കലും വേണ്ടാന്ന് തോന്നരുത് കേട്ടോ. ഇങ്ങോട്ട് കയറി വരുമ്പോ ഇവളുടെ സംസാരം എനിക്ക് പിടിക്കാത്തത്. ഇന്നത്തെ കാലത്ത് എല്ലാരും ലോണിന്റെയും കടത്തിന്റെയും പുറത്താ നിൽക്കുന്നത്. എല്ലാരും ലോൺ എടുത്ത് നല്ല വീടും കാറും ഒക്കെ വാങ്ങുകയും ചെയ്യും. അതങ്ങ് അടഞ്ഞു പോവും. 90% ആൾക്കാരുടെ കാര്യം അങ്ങനെയാ. പിന്നെ തെന്നിത്തെറിച്ച് ചിലരുടെയൊക്കെ ബാധ്യത കൂടാറുണ്ട്. മോൻ ഒരു കാര്യം ചെയ്യ. ഇനിയിപ്പോ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ നല്ല ഡോക്ടർ ആവൂലോ. ആ നേരത്ത് മോന് നല്ലൊരു വീട് വാങ്ങാലോ. അതുവരെ താമസിക്കാൻ നമുക്കൊരു നല്ല വീട് എടുത്തുകൂടായിരുന്നോ? നമ്മുടെ അച്ഛനൊരു വീടെടുത്ത് മാറിയിട്ടുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോന്ന് ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല. വേണമെങ്കിൽ അച്ഛന്റെ മോൻ അവിടെ പോയി താമസിച്ചോ. മോൾ എന്തീ പറയുന്നത്? ഇനിയിപ്പോ ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി മോൻ എന്റെ അടുത്തുനിന്ന് മാറി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവോ? ചേട്ടന്റെ സ്വഭാവം വെച്ചിട്ട് അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്.
ഇവള് ഭാവി പ്രവചിക്കുന്ന ജ്യോത്സ്യരാ. അതുകൊണ്ട് മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. ദേ, വഴക്കിന് നിൽക്കാതെ മോൻ കുളിയൊക്കെ കഴിഞ്ഞു വാ. കഴിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ചെല്ല. നീ എന്തിനാ മോളെ അവൻ വന്നപ്പോഴേ വഴക്കിന് നിൽക്കുന്നേ? ദീപേച്ചിക്ക് ഒരു പേരുദോഷം ഉണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് ചേച്ചിയെ കല്യാണം കഴിച്ചയക്കാൻ കുറച്ച് പൈസ ചെലവായി. അതൊഴിച്ചാ ഞങ്ങള് പെൺമക്കള് അമ്മയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളിൽ ഒതുങ്ങി കഴിയുമായിരുന്നു ഇതുവരെ. എന്നാ ഏട്ടനെ അമ്മ അതുപോലെ അല്ല പഠിപ്പിച്ചത്. അമ്മ കഷ്ടപ്പെട്ടത് മുഴുവൻ ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു. മാസാമാസം ഒരു ഉളുപ്പും ഇല്ലാതെ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നത് മറ്റുള്ള കുട്ടികൾക്കൊപ്പം ലാവിഷായിട്ട് കഴിയാനായിരുന്നു. അമ്മ കഷ്ടപ്പാട് പറയുമായിരുന്നെങ്കിലും ഒന്നും കുറച്ചിട്ടില്ല ഇതുവരെ. ഇഷ്ടം പോലെ കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ കൊടുത്തിട്ടുള്ളപ്പോ ഈ രീതിയിലാണോ അമ്മയെ സംസാരിക്കേണ്ടത്? പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നിരിക്കുക. ആ നേരത്ത് വീട് ചെറുതായാലും വലുതായാലും അമ്മയ്ക്കൊപ്പം താമസിക്കുന്നത് സന്തോഷവും സമാധാനവും ആണെന്നല്ലേ ചേട്ടൻ പറയേണ്ടത്? അതൊന്നുമല്ല മോളെ, മോന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങ് വരുന്നതല്ലേ. ആ നേരത്ത് ഇങ്ങനൊരു വീട് മോന് കുറച്ചിലായിരിക്കും. അതുകൊണ്ടാ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മോൾ അത് കാര്യാക്കണ്ട. എന്തായാലും ശരി, അമ്മ അമ്മയുടെ മോനിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ വന്നാ ചിലപ്പോ അമ്മയ്ക്ക് തീവ്രമായിട്ട് ദുഃഖിക്കേണ്ടി വരും. ആ, മോനായിരുന്നോ? വാട വാ. ഇരിക്കെ. ഇത് തരക്കേടില്ലാത്ത വീടാണല്ലോ. ഇത്രയും വരില്ല ഇപ്പൊ അമ്മ എടുത്തിരിക്കുന്ന വീട്. ആ, ഞാൻ കണ്ടിരുന്നു അത്. നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ അമ്മയോടൊപ്പല്ലോ താമസിക്കുന്നേ. നീ ഇവിടെ താമസിക്കേ. അതിന് അമ്മ സമ്മതിക്കോ? ഓ എടാ, നീ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാ. പോരാത്തതിന് ഡോക്ടർ. നിനക്കേ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള അധികാരവും ഫ്രീഡവും ഉണ്ട്. തീയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു താല്പര്യവും. എടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടെ നിൽക്കാൻ. പിന്നെ നന്ദികേടിന്റെ കെട്ടഴിക്കുമല്ലോ അമ്മ. അതുകൊണ്ട് തൽക്കാലം അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, ഇവിടെ താമസിക്കാം. ഈ കുട്ടികളെ അച്ഛനമ്മമാര് വളർത്തുന്നതും പഠിപ്പിക്കുന്നതൊക്കെ അത്ര പാടിക്കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവരുടെ കടമയാ. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാലല്ലേ സംസാരങ്ങളും തർക്കങ്ങളും ഒഴിവാക്കാൻ പറ്റൂ. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. ഇവിടെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരും. നിന്റെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഫുഡാണ് അവരുണ്ടാക്കുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ക്ലബിലും പോവാം. അല്ല, നീ ഏത് ഡോക്ടറുടെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? ഒന്നും തീരുമാനിച്ചില്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട്. ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ളവര്. അതിൽ നിന്ന് ഒരാളെ നിനക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ, അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് ഒരുപാട് നല്ല പ്രപ്പോസൽസ് വരുന്നുണ്ട്. ആർക്കെങ്കിലും അച്ഛൻ കൈ കൊടുക്കട്ടെ. തൽക്കാലം വേണ്ടച്ചാ. അല്ല, നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ആരെയും നോക്കി വെച്ചാലും മോൻ ധൈര്യമായിട്ട് പറഞ്ഞു, അച്ഛൻ മുമ്പിൽ നിന്ന് നടത്തി തരാം. ഇന്നത്തെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. അവരുടെ ജീവിതത്തെ പറ്റി അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ ഒരു പേരൻസിനും അധികാരമില്ല. അച്ഛനെ പോലെയല്ല അമ്മ ചിന്തിക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. കഴിഞ്ഞ 4-5 വർഷം പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അത്രയ്ക്ക് നന്നായിട്ടാ ഹോസ്റ്റലും കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ വീടിനകത്തൊരു യുദ്ധമായിരിക്കും. അച്ഛനറിയാലോ, ദിയയ്ക്കായിരിക്കും എന്നോട് ദേഷ്യം കൂടുതൽ. ഞാൻ അച്ഛനെ കാണാൻ വന്നു എന്നറിഞ്ഞ അമ്മയെക്കാൾ കൂടുതൽ എന്നെ കുറ്റപ്പെടുത്തുന്നത് അവള് തന്നെ ആയിരിക്കും. സത്യം പറയാലോ മോനെ, നിന്റെ അമ്മയും ഇളയ പെങ്ങളെയും കാണാത്തത് കൊണ്ട് എനിക്ക് നല്ല സ്വസ്ഥതയുണ്ട്. ഇപ്പൊ എന്റെ പോരായ്മകൾ ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നാലും അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിച്ചു കൂട്ടും?
അല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ. വീട്ടിലേക്ക് വരുന്നതല്ലാതെ എനിക്ക് എന്ത് പരിഗണനയുടെ അവിടെ ഉണ്ടായിരുന്നത്? എന്നെ ഒരു അച്ഛനായോ ഭർത്താവായോ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ആകെ എന്നെ സ്നേഹത്തോടെ അച്ഛന്ന് വിളിക്കുന്നത് നീയും ദീപമോളും മാത്രം. അതുകൊണ്ട് തന്നെയാ എനിക്ക് 2 മക്കളുള്ളൂന്ന് ഞാനും കരുതിയിരിക്കുന്നത്.